ഓം ശാന്തി. ഞാൻ സ്വയം തൻ്റെ മസ്തകത്തിൽ 3 ബിന്ദുകളുടെ സ്മൃതിയുടെ തിലകം ചാർത്തുന്നു. ഒന്നാമത്തേത് ആത്മാബിന്ദി, പിന്നെ ബാബാ ബിന്ദി, ഡ്രാമ ബിന്ദി. ഈ 3 ബിന്ദുകളുടെ തിലകം എൻ്റെ മസ്തകത്തിൽ തിളങ്ങുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ആത്മാബിന്ദുവാണ്. ബുദ്ധിരൂപി ദിവ്യനേത്രം ആത്മാബിന്ദുവിൽ ഏകാഗ്രമാകുന്നു. സ്വസ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ ദേഹഭാനത്തിൻ്റെ വിസ്മൃതി ഉണ്ടാകുന്നു. സർവസങ്കൽപ്പങ്ങളും ആത്മാബിന്ദുവിൽ ഏകാഗ്രമാക്കുന്നു. സർവശക്തിവാൻ ശിവബാബയും സൂക്ഷ്മബിന്ദുവാണ്. ബാബ പരമാത്മാവാണ്, പരംപിതാവാണ്. ഇപ്പോൾ ബിന്ദുവായി സ്മൃതിയിൽ കേവലം ബിന്ദു ബാബ സർവശക്തികളുടെയും സർവഗുണങ്ങളുടെയും സിന്ധുവാണ്. അനാദി അവിനാശി സൃഷ്ടി ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എൻഡ് ഒരിക്കലും ഉണ്ടാകുന്നില്ല. വേൾഡ് ഡ്രാമ വീലിൻ്റെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നത്തിങ് ന്യൂ. ഡ്രാമയുടെ ഓരോ സീനും സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഫുൾ സ്റ്റോപ്പിൻ്റെ ബിന്ദു വിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സ്മൃതി സ്വരൂപത്തിൻ്റെ തിലകം ധാരണ ചെയ്ത് എന്തുകൊണ്ട്, എങ്ങനെ എല്ലാ ചിന്തകളും സമാപ്തമായി മനസ്സിൻ്റെ അചഞ്ചലസ്ഥിതി, സമ്പൂർണ്ണ വിജയി സ്ഥിതി ധാരണ ചെയ്യുന്നു. ഞാൻ തിലകധാരി വിജയി ആത്മാവാണ്. ഞാൻ സ്വയത്തെ രാജതിലകം ലഭിക്കാൻ യോഗ്യനാക്കി മാറ്റുന്നു. എത്രയും പഠിക്കുന്നുവോ, ശ്രീമതം പാലിക്കുന്നുവോ, അത്രയും രാജതിലകത്തിൻ്റെ അധികാരിയാകുന്നു. ഞാൻ ആത്മാവാണെന്ന സ്മൃതി നിരന്തരമുണ്ടാകുന്നു. ഒരച്ഛൻ്റെ കുട്ടികളാണെന്ന സ്മൃതി ഉണരുന്നതോടെ രാവണത്വത്തിൻ്റെ സ്മൃതി സമാപ്തമാകുന്നു. ഇത് പവിത്രമായിരിക്കാനുള്ള വളരെ നല്ല യുക്തിയാണ്. എൻ്റെ ബാബ ജ്ഞാനസാഗരനും സുഖസാഗരനുമാണ്. ഞാൻ ബാബയുടെ മഹിമകളെല്ലാം ഉറപ്പാക്കി ഓർമ്മിക്കുന്നു. ഞാനിപ്പോൾ പരിധിയില്ലാത്ത അച്ഛനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഞാൻ ശ്രീമതപ്രകാരം നടന്ന് ബാബയിൽ നിന്നും രാജതിലകം നേടുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വിശ്വത്തിൻ്റെ
അധികാരിയായിരുന്നു. സർവഗുണസമ്പന്നനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗുണങ്ങളൊന്നുമില്ല. ബാബ സ്മൃതി ഉണർത്തുന്നു, ഞാൻ ഡബിൾ കിരീടധാരിയായിരുന്നു. എങ്ങനെ സ്വയം തനിക്ക് രാജതിലകം നൽകാൻ സാധിക്കും? എങ്ങനെയാണ് സ്വരാജ്യം പ്രാപ്തമാകുന്നത്? ഈ വഴിയെല്ലാം ബാബ മനസ്സിലാക്കി തരുന്നു. ഇതാണ് രാജയോഗം. എൻ്റെ ബുദ്ധിയിലുണ്ട് ഞാൻ ആത്മാവ് മുകളിൽ നിന്ന് വന്ന് പാർട്ടഭിനയിക്കുന്നു എന്ന്. ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഞാൻ മറ്റൊന്നെടുക്കും. കേവലം അച്ഛനെയും സമ്പത്തിനെയും ഓർമ്മിക്കാൻ ബാബ പറഞ്ഞു തരുന്നു. ഞാൻ ഈ സ്മൃതിയിലിരിക്കുന്നു. ഞാൻ പുരുഷനോ സ്ത്രീയോ അല്ല, ആത്മാവാണ്. വലിയച്ഛനിൽ നിന്നും ചെറിയച്ഛനിലൂടെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയുടേതായി തീർന്നിരിക്കുന്നു. അതിനാൽ ബാബയെ തന്നെ ഓർമ്മിക്കുന്നു. ഇതിലാണ് മുഴുവൻ പ്രയത്നവും. ഞാൻ ജ്ഞാനസാഗരനായ ബാബയുടെ സന്മുഖത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ബാബയിൽ നിന്നും സത്യമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ഞാൻ ഡബിൾ കിരീടധാരിയായിരുന്നു. പവിത്രതയുടെ കിരീടമുണ്ടായിരുന്നു. പിന്നീട് രാവണ രാജ്യം ആരംഭിച്ചപ്പോൾ പൂജാരിയായിത്തീർന്നു. ഇപ്പോൾ ബാബ പഠിപ്പിക്കാനായി വന്നിരിക്കുകയാണ്. ബാബയുടെ ശ്രീമതം പാലിക്കണം. മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം. ഞാൻ വീട്ടിലേക്ക് പോകുകയാണെന്ന് സന്തോഷത്തിലിരിക്കുന്നു. എത്രത്തോളം പഠിക്കുന്നുവോ അത്രയും ഉയർന്ന പദവി ലഭിക്കുന്നു. ഞാൻ എൻ്റെതായ പുരുഷാർത്ഥം ചെയ്ത് ലോട്ടറി എടുക്കുന്നു. ബാബയുടെ പൂർണ്ണ സഹയോഗിയാകുന്നു. ഒരിക്കലും പുരുഷാർത്ഥത്തിൽ ഹൃദയ നൈരാശ്യം ഉണ്ടാകരുത്. ബാബ വരദാനം നൽകുന്നു, മാസ്റ്റർ രചയിതാവായി ഭവിക്കൂ. എൻ്റെ അധികാരത്തിൻ്റെ ശക്തിയിലൂടെ ഞാൻ ത്രിമൂർത്തി രചനയെ സഹയോഗിയാക്കുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ഞാൻ മാസ്റ്റർ രചയിതാവിൻ്റെ രചനകളാണ്. ഞാൻ മാസ്റ്റർ രചയിതാവിൻ്റെ വരദാനത്തെ സ്മൃതിയിൽ വെച്ച് ത്രിമൂർത്തി ശക്തികളെയും സാകാര കർമ്മേന്ദ്രിയങ്ങളെയും ശരിയായ മാർഗത്തിലൂടെ നടത്തിക്കുന്നു. അവ്യക്ത പാലനയുടെ വരദാനത്തിൻ്റെ അധികാരം എടുക്കുന്നതിനു വേണ്ടി സ്പഷ്ടവാദിയാകുന്നു.